ഹലോ ഇറ്റ്സ് മീ തഫ്സിറ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പൊട്ടിയ ഗ്ലാസ്സുകളൊക്കെ എങ്ങനെ റീയൂസ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഗ്ലാസ് ലൈനറാണ്. എന്നിട്ട് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ വിളവളാന്ന് സംസാരിക്കുന്നില്ല, നിങ്ങൾ വീഡിയോയിൽ കണ്ടോളൂ എങ്ങനെയാണ് വരച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ് ലൈനർ ഇല്ലയെന്ന് കരുതിയിട്ട് വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ നല്ല ഷാർപ്പായിട്ടുള്ള ബ്രഷോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ പെയിൻറ്റ് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ ഈ ഗ്ലാസ് മൊത്തം ഞാനിങ്ങനെ ചെയ്തിട്ടെടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഞാൻ മൊത്തം ഈ ഒരു ഗ്ലാസ് ലൈനർ വെച്ച് ചെയ്തതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെക്കണം. ഓക്കെ, അതിന് ശേഷമാണ് ഇനി നമുക്ക് അടുത്ത പരിപാടി എടുക്കാം. അങ്ങനത്തെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതെൻ്റെ കയ്യുമൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി നമുക്ക് പെയിൻറ്റാണ് വേണ്ടത്. നിങ്ങളടുത്ത് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ള പെയിൻറ്റ് അതെടുക്കുക. അപ്പോൾ ഞാനിവിടെ അക്രിലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ യെല്ലോ കളറും പിന്നെ വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ പെയിൻറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ലീഫ് വരച്ചു കൊടുത്തല്ലോ, അതിൻ്റെ ഉൾവശത്തിലാണ് ഞാനിവിടെ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലീഫിൻ്റെ പുറം വശത്തേക്ക് പോവാതെ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് യെല്ലോ ചെയ്യല്ല. ഇപ്പോൾ കുറേ ഇലകളുണ്ടല്ലോ, അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് യെല്ലോ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ലീഫ് ഞാൻ യെല്ലോ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പെയിൻറ്റ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഗ്രീൻ കളറാണ്. ഗ്രീനും പിന്നെ നേരത്തെ കുറച്ച് യെല്ലോ ബാക്കി ഉണ്ടായിരുന്നു, അതും പിന്നെ വൈറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഗ്രീനും കൊടുക്കാം. ഓക്കെ, ഒരേ റോലങ്ങനെ ഗ്രീൻ കൊടുക്കരുത്, അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. യെല്ലോൻ്റെ ഇടയിൽ ഗ്രീൻ കൊടുക്കുക, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഗ്രീൻ, ഓറഞ്ച് പിന്നെ അതുപോലെ പിങ്ക് കളറ്, യെല്ലോ എല്ലാ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കാണാം. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ മൊഞ്ചാക്കാം കേട്ടോ, അത് ഓപ്ഷനിലാണ്, ഇങ്ങനെ നമുക്ക് യൂസ് ആക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്ലിറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് ഗോൾഡൻ ഗ്ലിറ്ററും പിന്നെ സിൽവർ കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഫേവിക്കോൾ കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഗ്ലിറ്റർ ഇതുപോലെ ഇങ്ങനെ വിതറി കൊടുക്കുക. അപ്പോൾ ഫേവിക്കോൾ ഉള്ളിടത്തൊക്കെ ഇതുപോലെ അങ്ങനെ ഒട്ടിപ്പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, നിങ്ങളെടുത്തുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്കും ഞാൻ കരുതിയ പോലെ അല്ല കേട്ടോ, ഇങ്ങനെ തട്ടിയിട്ടും കൊട്ടിയിട്ടൊന്നും പോകുന്നില്ല. നമ്മുടെ ലീഫും ഒക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഫേവികളൊന്നും അവിടെ ആയിട്ടില്ല, പക്ഷേ എന്നാലും ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു കർച്ചീഫ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഫേവികൾ അപ്ലൈ ചെയ്യാത്തടത്ത് ഇങ്ങനെ തോത്തിയിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലീഫിൻ്റെ ഉള്ളിലൊക്കെ അതുപോലെ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് അത് റിമൂവ് ചെയ്ത് കളയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കരുതിയ പോലെ തന്നെ ആയി, പക്ഷേ ജസ്റ്റ് ഒന്ന് പാളി, അത്രയേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ശരിയാക്കിയെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് നമുക്ക് ഷോ പീസായിട്ട് വെക്കാം, പിന്നെ അതുപോലെ തന്നെ ഫ്ലവർ വേസായിട്ട് യൂസ് ആക്കാം. അതുപോലെ തന്നെ നമുക്ക് പ്ലാന്റ്സൊക്കെ മണ്ണൊക്കെ ഇട്ടിട്ട് പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക കേട്ടോ. എന്നാലാണ് പുതിയ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.